എടി ഇതൊക്കെ വേടൂടി, എനിക്ക് പേടിയാവുന്നു പെണ്ണേ. എന്തോത്തിനാടി നീ കിടന്ന് പേടിക്കുന്നത്? നമ്മൾ കറക്റ്റ് സ്ഥലത്താ വന്നേക്കുന്നേ. ഇത് ആരുടെ വീടാണെന്ന് വിചാരിച്ചാ നീ നിക്കണത്? പെണ്ണുങ്ങളുടെ മാത്രം കൊട്ടേഷൻ എടുക്കുന്ന ചിറ്റൂർ തങ്കിയുടെ വീടാ. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലുണ്ടല്ലോ ചേച്ചി വെറുതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ എല്ലാം നോക്കിക്കോളാം. ചേച്ചി, തങ്കി ചേച്ചി. ആരാ? പറയടി, പേടിച്ചിരിക്കാതെ. ഗുണ്ടച്ചി. അല്ല, ആണുങ്ങളെ ഗുണ്ടേന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങളെ ഗുണ്ടച്ചി എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത്. എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട. ചിറ്റൂർ തങ്കി. തങ്കച്ചി. തങ്കച്ചി അല്ല, തങ്കച്ചി. നീ പറയടി. ചേച്ചി, ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായെന്ന്. അവിടെ കൂടെ വന്നതല്ലേ? അതല്ലേ ചേച്ചി, ഞാനേ ചേച്ചിക്ക് ഒരു 2-3 വർഷത്തിന് മുന്നേ ആയിട്ട് ഒരു കൊട്ടേഷൻ തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തിന്റെ കൊട്ടേഷൻ? ചേച്ചി ബസ്സിൽ ഒരുത്തേനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യത്തില്ലായിരുന്നോ? അവനെ ചേച്ചി ഇടിച്ച് സൂപ്പാക്കില്ലേ, ഓർക്കുന്നില്ലേ? എന്താ അവന്റെ ശല്യം പിന്നെ ഉണ്ടോ? അയ്യോ ഇല്ല ചേച്ചി, അങ്ങേരിപ്പ എന്റെ 2 മക്കളുടെ അച്ഛനാ. ഓഹോ, നീ അവനെയാണോ കല്യാണം കഴിച്ചേക്കുന്നത്? അതെന്താന്നറിയോ ചേച്ചി? ചേച്ചി അന്ന് വന്ന് അടിച്ചിട്ട് പോയില്ലേ, പാവം ചേച്ചി. എനിക്ക് ഒരുപാട് വിഷമായിരുന്നു. ആ സെന്റിമെന്റ് അങ്ങ് വർക്കൗട്ടായി. ആ വർക്കൗട്ടിൽ ഞങ്ങൾ ഒന്നായി. ഓഹോ, അപ്പൊ എന്റെ ഇടികൊണ്ട് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ വന്നത്? ചേച്ചി, ഞാനേ 4 വർഷമായിട്ട് ഒരുത്തരോട്ട് ആത്മാർത്ഥ പ്രണയത്തിലായിരുന്നു. എടി, ആത്മാർത്ഥത നമുക്കല്ല, അവർക്ക് നമ്മളോടാ വേണ്ടത്. അത് തന്നെ നീ ചെയ്ത തെറ്റാ. എന്താ കാര്യം എന്ന് പറ ചേച്ചി. അതെ, നിസ്സാരം ഒരു കോൾ വെയിറ്റിംഗിന്റെ പേരിൽ ചേച്ചി എന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അടിച്ചിട്ട് പോയി ചേച്ചി. നിസ്സാര കാര്യത്തിന് നിന്നെ ഞാൻ അടിച്ചെന്നോ? രാവിലെ 7 മണിക്ക് എനിക്കൊരു കോള് വന്ന്, അതിങ്ങനെ നീണ്ടു ഒരു 8 മണി വരെ അതങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഞാനാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇതിലേക്ക് അങ്ങ് സ്പെൻഡ് ചെയ്തില്ലേ. ആ ഒരു സമയത്ത് ഇവനെ വിളിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ചേച്ചി. ഏതവനെ അടി ഈ 3-4 മണിക്കൂർ വിളിച്ചെന്ന് ഓർത്ത് ഒറ്റ അടിയായിരുന്നു അവൻ എന്നെ. എടി, അവൻ വിളിച്ചപ്പോ ഏതവനാന്ന് പറഞ്ഞാ പോരായിരുന്നോ? അതേതവനാന്ന് അറിയാനല്ലയോ ഞാൻ ഈ 4 മണിക്കൂർ ഇവനോട് സംസാരിച്ചോണ്ടിരുന്നത്. ഏതവനെന്ന് അറിയാനാണ് 4 മണിക്കൂർ സംസാരിച്ചത്. ഈ ഏതവനാന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ അവനോട് ചോദിച്ചത്. അപ്പൊ അവൻ ഉടനെ എന്നോട് ചോദിക്കുവാ, ഹലോ, ഇതാരാ? ഈ ശബ്ദം കേട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇങ്ങനെ പറഞ്ഞു 4 മണിക്കൂറും അവൻ ഇത് പറഞ്ഞോണ്ടിരുന്നു. ഇതാരാന്നറിയാൻ നമ്മൾ എങ്ങനെ ചേച്ചി കോൾ കട്ട് ചെയ്യുന്നേ? 4 വർഷം പ്രേമിച്ചവൻ കോൾ വെയിറ്റിംഗിൽ, അപ്പഴ ആരാന്ന് അറിയാൻ മേലാത്തവനുമായിട്ട് 4 മണിക്കൂറോളം കിന്നിരിക്കുന്നത്. എടി, അവനെ എന്താ ചെയ്യണത് പറ ചേച്ചി. എന്നെ പബ്ലിക്കായിട്ട് അടിച്ചവനെ എന്തായാലും അവന്റെ കൈവെട്ടണം ചേച്ചി. അത്രേ ഉള്ളൂ. എന്നാ അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി. ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി. ഇപ്പൊ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ഉച്ചയ്ക്ക് വല്ല വെച്ചോണ്ടാക്കണ്ടേ? നീ ഇങ്ങോട്ടൊന്ന് മാറി ചേച്ചി. എന്താ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണേ? എടി, അവന്റെ പേര് പറ. അവന്റെ പേര് ഓമനക്കുട്ടൻ. ഓ, മേനക്കുട്ടൻ. അല്ല, അവൻ കാണാനൊക്കെ എങ്ങനെയാ? ഓഹ്, എന്റെ പൊന്നു ചേച്ചി, ഒരു മെനയും ഇല്ലാത്തവനാ. പിന്നെ കുറെ പണമുണ്ട്, അതിന്റെ പുറകിലായിരുന്നു ഇവള്. ചേച്ചി, ഞാൻ അവന് പണം കണ്ടിട്ടൊന്നും കൂടെ കൂടിയൊന്നുമല്ല. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. പക്ഷെ എന്നിട്ടും അവൻ 4 പേര് കൂടുന്നിടത്ത് വെച്ച് എന്നെ അടിച്ചേച്ചി. നിന്റെ അമ്മോ, ഒരു മഹാ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് അറിയാമോ, ഇവൾ എന്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് അവൻ എന്നെ റൂട്ടിട്ട്. പെണ്ണുങ്ങളെ, ഒരു കാര്യം ചെയ്യ്, അവന്റെ നമ്പർ ഇങ്ങോട്ടാ. ഞാൻ 96-64-02-123. തൊട്ടൊരുമിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. ഹലോ, ഹലോ, ഓമനക്കുട്ടനാണോ? വെറും ഓമനക്കുട്ടനല്ല, പൊന്നോമനക്കുട്ടൻ. ഇതാരാ? ഞാൻ തങ്കി. അയ്യോ, എവിടെയെങ്കിലും തങ്ങിയെങ്കിൽ ഒരു തോട്ടം കൊണ്ട് കുത്തിയിടാഞ്ഞത്. എടാ, ഞാൻ തങ്കി എന്ന് പറഞ്ഞത്. ഏത് തങ്കി? എടാ, ഞാൻ ചിറ്റൂർ തങ്കിയാണ്. നൈസ് നെയിം. താങ്ക് യു ചേച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാല് ഈ വോയിസ് കേട്ടിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടിറങ്ങിയത് പോലെ ഉണ്ട്. പാടുവോ? ഇല്ല. അങ്ങനെ പറയരുത്. ഇത്രയും നല്ല വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പാടാതിരിക്കുന്നത്? അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മഹാഭാവമല്ലേ. പാടണം കേട്ടോ. പാടാൻ പറ്റിയ വോയിസാ. പ്ലീസ് പാടുവോ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് പാടാം. കള്ളി ഒളിച്ചു വെച്ചില്ലേ? എനിക്ക് അന്നൊരു കത്തി. കാരണം ഇത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ പാടുമല്ലോ. 2 വരി പാട്ട് എനിക്ക് വേണ്ടി പാടാവോ?
ഒന്നാം വെട്ടും കൊണ്ടപ്പം ചെക്കന് കിണ്ടാണ്ടം, രണ്ടാം വെട്ടും കൊണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. എടി, ഒന്നാം വട്ടം ഒന്നല്ലേ? കൊട്ടേഷൻ ടീം ആ വട്ടം വരത്തില്ല, വെട്ടേ വരത്തുള്ളൂ. അതെ, നല്ല ക്യൂട്ട് വോയിസ് ആണ് കേട്ടോ. നിന്റെ തങ്കിച്ചേച്ചി നിന്ന് ടങ് ക്ലീനർ പോലെ നിന്ന് വളയുന്നു. ഒടിയുന്നതിന് മുമ്പ് പോയി വിളിയടി. ചേച്ചി ഇപ്പഴാരാ വന്നേ? പിന്നെ വിളിക്കാവേ. ചേച്ചി എന്തൊക്കെയാ ചേച്ചി അവനോട് ഈ സംസാരിക്കണേ? ഇവിടെ കാര്യം ക്ലിയർ ചെയ്യണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. എന്റെ ചേച്ചി, എനിക്ക് എന്തായാലും അവനൊരു കൊട്ടേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ കൊട്ടേഷൻ തരാനുള്ള പൈസ തരാൻ നോക്ക്. പൈസ? എന്റെ പൈസ ഇല്ലടി, നിന്റെ എന്തെങ്കിലും ഉണ്ടോടി? എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അവന്റെ നമ്പറിൽ നിന്ന്. തങ്കു, ഞാൻ ജൂനിയർ ചിത്ര എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വാട്സപ്പ് നമ്പറാണ്, ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ഞാനൊരു ബുദ്ധിമുട്ടാവില്ല കേട്ടോ. എന്തുവാടി? എടി, പിന്നെ കൊട്ടേഷനുള്ള പൈസ നീ തരാൻ നോക്കൂ. എത്ര രൂപയാവും ചേച്ചി ഏകദേശം? ഒരു 5000 രൂപയാവും. ഇവിടെ നിന്റെ വല്ലതും ഉണ്ടോ? എന്റെ ഒന്നും ഇല്ല, നിന്റെ എന്തെങ്കിലും ഉണ്ട്? എന്റെ കയ്യിൽ ഇല്ല, ആകെ 10,000 രൂപ എന്റെ ഉള്ളൂ. ഈ ലോകത്ത് ഞാൻ കാശ് ചോദിച്ചാൽ എനിക്ക് കടമായിട്ട് തരുന്ന ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ. അതാണ് ഈ ഓമനക്കുട്ടൻ. എന്നാ ഓമനക്കുട്ടനെ വിളിക്കട്ടെ? പറ്റും. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. പൊന്നൂസേ, പറയടാ. പിണക്കമൊക്കെ മാറിയോ? ഓ, എത്രയൊന്നും വെച്ചിട്ടാ നമ്മളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റൂല. എനിക്ക് ഇനി ഞാൻ പബ്ലിക്കായിട്ട് വന്ന് ചെവിക്കുള്ളിൽ അടിക്കത്തില്ല കേട്ടോ. അയ്യോ, അടിക്കല്ലേ. അതെ, ഇപ്പൊ ഇത്രയും കാലം നമ്മൾ പിണങ്ങി ഇരുന്നോണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്ന് വിളിച്ചതാണേ. ഞാനാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം. എന്തിനാ ഇപ്പൊ കൂട്ടുകാരിയെ വിളിക്കുന്നേ? അല്ലടാ, എനിക്കാണെങ്കിൽ ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലം പിണങ്ങി ഇരുന്നിട്ടൊക്കെ നിന്നോട് അത് ചോദിക്കുന്ന മോശമല്ലേടാ? അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരിയോട് ചോദിക്കാമോ? അയ്യോ, തല ആരെ മുമ്പിലും താഴാൻ പാടില്ല. വേണ്ട വേണ്ട, ഞാൻ ഇട്ട് തരാം. ആരെ കയ്യിലും താഴണ്ട. നീ ഇട്ട് തരുവോ? അതിനെന്താ, ഞാൻ ഇട്ട് തരാം. ഓക്കേടാ. ഇപ്പൊ വന്നിട്ടുണ്ട് അതിനകത്ത്. 5000 വന്നടി. പൊളിച്ചടി ചേച്ചി. ദാ പിടിച്ചോ 5000. പൈസ ദേ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ അവനെ വിളിച്ചിട്ട് അവന്റെ ലൊക്കേഷൻ നിൽക്കിട്ട് വരാൻ പറ. ചേച്ചി, ഞാനിപ്പോ അവനെ വിളിച്ചിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ മേലെ ഡൗട്ട് അടിക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല. എന്നൊരു കാര്യം ചെയ്യ്, ഇവളെയും കൂടെ വിളിപ്പിക്ക്. അയ്യടാ, എന്നെ കൊണ്ട് വരത്തില്ല. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെയാ. രണ്ടുപേർക്കും പറ്റിയാൽ ഇപ്പൊ ഞാൻ തന്നെ വിളിക്കാം. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു. തങ്കു, എനിക്കറിയാം എന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റൂല എന്ന്. എനിക്കറിയായിരുന്നു വിളിക്കൂന്ന്. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തങ്കു ഇപ്പൊ എന്താ ഡ്രസ് ഇട്ടേക്കണേ? ഞാൻ കൈലി മുണ്ടും ഷർട്ടും. ഓഹോ, അപ്പൊ തൊഴിലുറപ്പിന് നിൽക്കുകയാണല്ലേ? അയ്യോ, അതല്ലടാ, ഞാൻ സ്ഥിരം ഇടുന്ന കോസ്റ്റ്യൂം അതാ. നീ ഇപ്പൊ എവിടാ നിക്കുന്നെന്ന് പറയാൻ നോക്ക്. അത് പറയാ, എന്നെ കാണാനാണോ? പിന്നെ അല്ലാതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്നെ കാണുന്നതിന് മുമ്പ് തങ്കുവിന്റെ വാട്സപ്പിൽ ഞാൻ 3-4 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓഹോ, അതൊന്ന് നോക്കുവോ? അല്ല, ഫോട്ടോയ്ക്കകത്ത് എന്തുവാ? ഞാനൊരു 3-4 നെക്ലസിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഇഷ്ടപ്പെട്ടത് തങ്കു സെലക്ട് ചെയ്യണേ. ഓ ശരി. ഓക്കെ ഓക്കെ. എടി, നീ അവൻ എനിക്ക് കുറെ ഫോട്ടോസ് അയച്ചു തന്നേക്കുന്നു. നെക്ലസിന്റെ കുറെ ഫോട്ടോസ്. ആ, ഇനി ഒരുത്തനെങ്കിലും അവനെ തൊട്ട് കഴിഞ്ഞാ ആ തൊടുന്നവന്റെ കൈ ഞാൻ വെട്ടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങ് സെറ്റ് ആയോ? പിന്നെ അല്ലാതെ. എടി, പൊന്മുട്ടോട് ഇരുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുവോ? ഇനി അങ്ങോട്ട് അവനെയും കൊണ്ട് ഞാൻ മുട്ട ഇടിച്ച് നടത്തും. അവസാനം മുട്ട ഇടാതെ വരുമ്പോഴേ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഞാൻ കറി വെച്ച് തിന്നും. അപ്പൊ എന്റെ കാര്യമോ? ഇതാടി പറയുന്നത്, ഒരിടത്ത് ചീഞ്ഞാലേ മറ്റൊരിടത്ത് വള